ഇന്നെൻ്റെ ഡിയർ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പുള്ളി ഒരു ഭയങ്കര ക്രിക്കറ്റ് ലവറാണ്. ബർത്ത്ഡേ അല്ല, എന്ത് ഡേ ആയാലും ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ എന്തുള്ളൂ കേട്ടോ. പുള്ളി ഭയങ്കര സിമ്പിൾ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയത് ദജീജിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്നുള്ള ചോദ്യത്തിന് പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി ഉത്തരം ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇടാറുള്ള ഷൂ കേടുവന്നു, അതുകൊണ്ട് പുതിയൊരു ഷൂ മതി എന്നായിരുന്നു കേട്ടോ ഉത്തരം. എന്തായാലും അങ്ങനെ കിച്ചു വേഗം ഷൂ ഒക്കെ സെലക്ട് ചെയ്തു. കൂട്ടത്തിൽ എനിക്ക് 1-2 ഡ്രസ്സും കൂടെ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഫുഡ് കോർട്ടിലുള്ള റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. എടുത്ത് പറയേണ്ടത് അവിടുത്തെ ആ എസ്തെറ്റിക്സ് തന്നെയാണ് കേട്ടോ. ഭയങ്കര വാം ലൈറ്റിങ്ങും ഭയങ്കര സൂതിങ് ആയിട്ടൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഗ്യാപ്പിൽ അപ്പോഴേക്കും അനിയനത് ബർത്ത്ഡേ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ കേക്ക് കട്ട് ചെയ്തു. എന്താ പറയുക, കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും അവരുടെ സർവീസൊക്കെ എടുത്ത് പറയണം. അവരപ്പോഴേക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ല ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിന്ന് ഇത്രയും സന്തോഷമായിരിക്കുന്നതിൻ്റെയും എനിക്ക് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ളതിൻ്റെയും എല്ലാറ്റിൻ്റെയും മെയിൻ റീസൺ കിച്ചു ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചു ലൈഫ് ലോങ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഹി ട്രൂലി ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡുകളിലേക്ക് കടന്നു കേട്ടോ. അവിടുത്തെ സർവീസ് മാത്രമല്ല, ഫുഡും നല്ല അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഡിസംബർ ആയ കാരണം എല്ലായിടത്തും ഒരു ക്രിസ്മസി വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമേ വെച്ച് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. തിരിച്ചതേ വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് ഈ പ്ലേരി അവൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ അവിടെ കയറാണ്ട് മൂപ്പരാൾ വരില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവനെ ആ പ്ലേരിയിലൊക്കെ കയറ്റി കളിപ്പിച്ച് നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ മനുഷ്യൻ്റെ സിമ്പിൾ ബർത്ത്ഡേ പാർട്ടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ വിശേഷൻസ്. ബൈ.